എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ വയസ്സായ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും മുത്തച്ഛന്മാരും മുത്തശ്ശിമാരൊക്കെ എങ്ങനെയാണ് ജീവിതം അവരുടെ മുന്നോട്ട് പോകണമെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ശാരീരികമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടാവും. നാല് ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്ന അവരുടെ അവസ്ഥ ഭീകരമായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ആകുലതയായിരിക്കും. ആകുലതകളുടെ ഒരു പാലത്തുമ്മ കൂടെ ആയിരിക്കും വയോധികരുടെ നടത്തം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ അവർ എഴുന്നേറ്റ് നടക്കും. ഏതെങ്കിലും സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ നിന്ന് നടന്നു പോകും. ഇപ്പോഴത്തെ നമ്മുടെ വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മക്കളെല്ലാം വിദേശത്തായിരിക്കും. വയസ്സായ ഒരു അമ്മൂമ്മയും പൂപ്പനും മാത്രമൊക്കെ ആയിരിക്കും മിക്കവാറും വീടുകളുണ്ട്. പിന്നെ അവരെ നോക്കാൻ ഒരാളും. ഏതെങ്കിലും സമയങ്ങളിൽ ഇവർക്ക് ഈ വിഷാദ രോഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഡിപ്രഷൻ്റെയൊക്കെയോ ഒക്കെ ഭാഗമായിട്ട് ഇവർ വീടുകളിൽ നിന്ന് ഇറങ്ങി നടന്ന് പല വഴികളിലൂടെ സഞ്ചരിച്ച് വേറെ എവിടെയെങ്കിലും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഏതെങ്കിലും വീടുകളിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തം പേര് പോലും പറയാൻ ഇട്ടുള്ള ഓർമ്മക്കുറവ്, പേര് പറയാൻ പോലും സാധിക്കില്ല. അങ്ങനെ പല വയോധികരായിട്ടുള്ള ആളുകളെയും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നും കണ്ടെത്തി വരുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ ഇത് പറയുന്നത് കോടശ്ശേരി പഞ്ചായത്തിലെ നായരങ്ങാടി ദേശത്ത് തളിയടത്ത് വീട്ടിൽ കുഞ്ഞുമാണി മകൻ സുബ്രൻ എന്ന് പറയുന്ന 72 വയസ്സുള്ള വയോധികൻ ഡിസംബർ 24 തീയതി കാലത്ത് 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഭാര്യ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു മകനും മകളുമാണുള്ളത്. മകളുടെ കല്യാണം കഴിഞ്ഞു. മകൻ വിദേശത്താണ്, ഭാര്യ ഒരുമിച്ച്. ഭാര്യ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സുബ്രൻ എന്ന് പറയുന്ന വയോധികൻ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ പോകാറുണ്ട്, പക്ഷേ തിരിച്ചു വരാറുണ്ട്. പക്ഷേ ഈ വയോധികൻ പോയിട്ട് കാണാതായിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും മാലയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പന്തികേട് തോന്നിയിട്ടാണ് ഭാര്യ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ അറിയിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് അദ്ദേഹം അതിരപ്പള്ളിയിലേക്കാണ് ബസ്സിൽ പോകുന്നത്. അതിരപ്പള്ളിയിൽ ഒരു 12:30 സമയത്ത് ഇറങ്ങി അവിടെ ബസ്സിലിറങ്ങി ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് മലക്കുപ്പാറ ബസ്സിൽ കയറി, അങ്ങനെ ബസ്സിൽ കയറി പോയതിന് ശേഷം അടിച്ചിത്തൊട്ടിലേക്ക് തിരിയണ ആ ജംഗ്ഷൻ പത്തടി പാലം അവിടെ എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ അടിച്ചിത്തൊട്ടി ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ് കണ്ടത്. ഫോറസ്റ്റിലെയും പോലീസിലെയും ഗാർഡുമാർ ഇപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ച് യാത്രയായിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെയും അതിരപ്പള്ളി ഭാഗങ്ങളുള്ളവരെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ അന്വേഷിക്കുകയാണ്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലോ ചാലക്കുടിയിലെ പോലീസ് സ്റ്റേഷനിലെയോ ഫോൺ നമ്പറിൽ നിങ്ങൾ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ്. വയസ്സായ ആളുകൾ അവരെപ്പോഴും ഒരു ആകുലതയുടെ ലോകത്തായിരിക്കും. സ്ട്രോക്ക് വന്നവരും അതുപോലെ തന്നെ മറ്റു ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും അവരുടെ ജീവിതം. നമുക്കറിയില്ല അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. നമ്മളെപ്പോഴും അവരെ ശകാരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അവരുടെ ആ ബുദ്ധിമുട്ടുകളെ പ്രാഗിക്കൊണ്ടിരിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ പ്രായത്തിലേക്ക് കടന്നു ചെന്ന് നമുക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സുബ്രൻ ചേട്ടന് വേറെ ഒന്നുമില്ല. സുബ്രൻ ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. അദ്ദേഹത്തെ ഭാര്യ കാത്തിരിക്കുന്നു, മക്കൾ കാത്തിരിക്കുന്നു, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാത്തിരിക്കുകയാണ്. സുബ്രൻ ചേട്ടൻ തിരിച്ചു വരൂ, ഈ നാട്ടിലേക്ക് അദ്ദേഹം എത്തട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.